ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എണീറ്റെന്ന് വിചാരിക്കുന്നു. ഇന്ന് സാറ്റർഡേ ആണ്. ഞാൻ രാവിലെ എണീറ്റാൽ ഉടൻ തന്നെ ഒന്ന് ഫേസ് വാഷ് ചെയ്യും കേട്ടോ. എന്നും ഉള്ള റൂട്ടീനാണ്, അതാണ് എന്നും ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. പിന്നെ ഫ്രിഡ്ജ് തുറന്ന് ഞാൻ പാൽ എടുത്ത് ചായ ഇടാമെന്ന് വിചാരിച്ചിട്ട് നോക്കുകയാണ്. അപ്പം ഫ്രിഡ്ജിൽ പാലില്ല. അപ്പോൾ ഞാൻ പാൽ വാങ്ങാൻ വേണ്ടി ഹസ്ബൻഡിനോട് പറഞ്ഞു. പാൽ പോയിരിക്കുകയാണ്. ഇനി ചായ ഇട്ട് രാവിലെ ഒരു ചായ കുടിക്കും. എന്നും പതിവില്ല കേട്ടോ, എനിക്ക് ചായ കുടിക്കുന്ന പതിവൊന്നുമില്ല. ഹസ്ബൻഡിനും അങ്ങനെയില്ല, ചില ദിവസമൊക്കെ കുടിക്കും. അങ്ങനെയാണ്. ഇന്ന് എന്തായാലും സാറ്റർഡേ ആയതുകൊണ്ട് ഒരു ചായ കുടിക്കാമെന്ന് കരുതി. അപ്പോൾ മോൻ രാവിലെ തന്നെ സ്കൂട്ടറിൻ്റെ മേളിൽ കയറിയിരിപ്പുണ്ടേ. എങ്ങോട്ട് പോണം മുത്താ? എങ്ങ് പോണം മുത്താ? എവിടെ പോകണം ചങ്കരിക്ക്? ചങ്കരി, ആ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ മക്കളുടെ തല വേദന എടുക്കും. ഊരട്ടെ? പൊന്നു തല വേദന എടുക്കും കണ്ണാ. വേണ്ട. പിന്നെ തുണി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. ഹസ്ബൻഡ് വന്നു, അപ്പം അവനും കൂടെ കയറി വന്നു. അപ്പം ആൾക്ക് മാത്രം നോക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആളെ നോക്കുകയാണ്. അപ്പം മേളിൽ വരുമ്പോൾ ഈ ലൈറ്റ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന്. ഈ ലൈറ്റ് എപ്പോഴും ഇടാൻ പറയും. ഇങ്ങനെ കളേഴ്സ് മാറി വരുന്നതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാനും കൂടി പോയി കേട്ടോ. ഇവിടെ നമ്മൾ സ്റ്റെപ്പിലൊക്കെ കയറുമ്പോൾ ഭയങ്കര പേടിയാണ്. ആൾ സ്പീഡ് കയറും കേട്ടോ. നമ്മളെക്കാളും സ്പീഡ് അവനാണ്. അത് കാണുമ്പോഴാണ് പേടി. കുഞ്ഞു പിള്ളേരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് ഭയങ്കര സ്പീഡായിരിക്കും. നമുക്ക് ഓടി എത്താൻ കൂടി പറ്റില്ല. ഓടാൻ തുടങ്ങിയാൽ പിന്നെ പറയണ്ട, നമുക്ക് പിടിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് സ്പീഡാണ്. അങ്ങനെയാണ് അവിടെ കാര്യം. പിന്നെ രാവിലെ ഞാൻ പാൽ വാങ്ങി ചായക്ക് ആദ്യം പാൽ തിളപ്പിക്കുകയാണ്. എന്നിട്ട് ചായ, പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ ചായ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ ചായ കുടിക്കുന്നില്ല, ഫുഡ് കഴിക്കുമ്പോൾ കൂടെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പൂരി മസാലയാണ് റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത്. സാറ്റർഡേയ്സിലും സൺഡേയ്സിലും മാത്രമല്ലേ നമുക്ക് ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മറ്റ് ദിവസങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് സ്പീഡ് ചെയ്യേണ്ടി വരും കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് ഉപ്പും കൂടിയിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വേഗം, പെട്ടെന്ന് നമുക്ക് തൊലി പൊളിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനത് വേവിക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് മാറ്റി വെച്ചു, ആ ഗ്യാസിലോട്ട് വെച്ച് കേട്ടോ. എന്നിട്ടൊരു പാൻ വെച്ച് നമ്മൾ പെരിഞ്ജീരകം ഇടുകയാണ്. പെരിഞ്ജീരകവും കടുവും ഇട്ട് പൊട്ടിക്കുകയാണ് ചെയ്യണത്. ഞാൻ എന്നും പറയുന്ന പോലെ ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമായിരിക്കും. പക്ഷേ ആർക്കെങ്കിലും അറിഞ്ഞുകൂടാ, പുതുതായിട്ട് ബിഗിനേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ സവാളയിട്ട് നന്നായിട്ടൊന്ന് വഴട്ടുകയാണ്. കുറച്ച് ഉപ്പും കൂടിയിട്ട് നീളത്തിലാണ് ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് സവാള അരിഞ്ഞത്. എന്നിട്ട് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വഴട്ടി ഇഞ്ചി ഇട്ട് കേട്ടോ. വെളുത്തുള്ളി ഇട്ടില്ല, ഇഞ്ചി മാത്രമേ ഇട്ടുള്ളൂ. ഇഞ്ചി കൂടിയിട്ട് നന്നായിട്ട് വഴറ്റണുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളകാണ് ആഡ് ചെയ്യണത്. എനിക്ക് വേണ്ടി നമ്മൾ മറ്റേ മുളക് ഉണ്ടല്ലോ, മുളക് പൊടി, അതൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പച്ചമുളക് മാത്രമാണ്. പക്ഷേ ഈ പച്ചമുളക് എനിക്കൊരു അബദ്ധം പറ്റുകയും, ഇത് ഭയങ്കര എരിയായിരുന്നു. ഞാൻ പിന്നെ ഭാഗ്യത്തിന് ഞാൻ ഇടയ്ക്ക് എരി നോക്കി, ഉടൻ തന്നെ ഞാൻ എടുത്ത് മാറ്റി കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം വന്നില്ല. ഇല്ലെങ്കിൽ ഇന്ന് കഴിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അനീഷം നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ എടുത്ത് നോക്കിയത് കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ പൂരിക്കുള്ള സംഭവങ്ങളെല്ലാം കുഴച്ച് ഉരുട്ടി വെക്കുകയാണ് കേട്ടോ. ഞാൻ മിക്കവാറും ഉരുട്ടി തന്നെ ഞാൻ തന്നെയാണല്ലോ ഇതിങ്ങനെ ചെയ്യണത്. അതുകൊണ്ട് തന്നെ എല്ലാം ഉരുട്ടും പരത്തുമാണ്. പക്ഷേ ഞാൻ ഇന്ന് എന്തായാലും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉരുട്ടിയിട്ട് പൂരി ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് ദിവസമായി കേട്ടോ പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട്. നമ്മൾ മിക്ക ദിവസവും ദോശയും ഇഡ്ഡലിയും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. പുട്ടുണ്ടാക്കും, പിന്നെ അപ്പം ഉണ്ടാക്കും. ചില ദിവസങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ എടുക്കില്ല കേട്ടോ. എടുക്കുന്ന ദിവസം ഞാൻ കാണിക്കും, അങ്ങനെയാണ്. അപ്പോൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് മിക്കവാറും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടും. ഇന്ന് എല്ലാവരും ലേറ്റായിട്ട്, മക്കൾ രണ്ടുപേരും ലേറ്റായിട്ടാണ് എണീറ്റത്. ഞാനൊരു 6:30 ഒക്കെ ആയപ്പോൾ ഇന്ന് എണീറ്റു. കുറച്ചും കൂടി ഉറങ്ങണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല. ഇത് സ്ഥിരമുള്ള ഏർപ്പാടാണ്. വീക്കെൻഡിലൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റുമെങ്കിൽ എണീക്കും ഞാൻ നേരത്തെ. പിന്നെ നമ്മളിതിലിട്ടത് പച്ചമുളക് ഇട്ട്, എന്നിട്ട് നമ്മൾ ഗരം മസാല അതും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് വഴട്ടുകയാണ്. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കുക ഈ സമയത്ത്. അപ്പോൾ മോന് ആപ്പിൾ ആണെന്നും പറഞ്ഞിട്ട് ഒരു ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ആപ്പിൾ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് നാളെ വീണ്ടും നമ്മൾ ആപ്പിൾ വാങ്ങിച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിക്കില്ല. നമ്മൾ വിചാരിക്കും, അയ്യോ ഇന്ന് കുഞ്ഞ് കഴിച്ചല്ലോ, അപ്പോൾ നമ്മളൊരു സന്തോഷമാണ്, ഇന്ന് കുട്ടി അത് കഴിച്ചു, അപ്പോൾ നമുക്ക് വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാൽ നമ്മൾ തന്നെ കഴിക്കേണ്ടി വരും. ഇവൻ്റെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ. ഇന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് നാളെ വീണ്ടും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല. ചില സമയത്ത്
ഭയങ്കര ടേസ്റ്റോടെ കഴിക്കണതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പിന്നെ കൊടുത്താൽ കഴിക്കില്ല, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. നടുക്കൊരു സംഭവം ഉണ്ടല്ലോ, ഒരു കമ്പും അതിന് ചുറ്റുപാടും കുറച്ച് സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കടിച്ചങ്ങനെ കൊള്ളാമോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ വിഴുങ്ങും. ചിലപ്പം ഒത്തിരി സാധനങ്ങൾ വായിൽ വയ്ക്കും കേട്ടോ, ആപ്പിളൊക്കെ കുറേ അങ്ങ് വയ്ക്കും. അപ്പോൾ അത് നോക്കി നോക്കി ഞാനും കൂടി ഇരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആപ്പിൾ കഴിച്ച് ആളിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് അടുക്കളയിൽ നിന്ന്, എനിക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ അതിൽ കുറച്ചും കൂടി വെള്ളം, ഒരു ചെറിയ ചാറ് കൂടെയാണ് ഉണ്ടാക്കണത് കേട്ടോ, ഭയങ്കര ചാറില്ല, ചെറിയ ചാറ്. ഈ സമയത്താണ് ഞാൻ മുളക് നോക്കിയത് കേട്ടോ, ടേസ്റ്റ് നോക്കിയത്. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു, പക്ഷേ നല്ല എരി ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് മാറ്റി. ഗൈസ് സൂപ്പറായിരുന്നു. അതിന് ശേഷം ഞാൻ കഴിച്ച് നോക്കി കേട്ടോ, അടിപൊളിയായിരുന്നേ, നല്ല ടേസ്റ്റായിരുന്നു, എരിയൊന്നും ഇല്ലായിരുന്നു, പാകമായിരുന്നേ. അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങളും ഇങ്ങനെ നോക്കുന്നത് നന്നായിരിക്കും. എടുത്ത് കളഞ്ഞതുകൊണ്ട് പിന്നെ ആ എരി പിടിച്ചില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ മല്ലിയിലയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇത്തിരി സ്പീഡ് പറയണത് വെളിയിൽ നിൽപ്പുണ്ട്, അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാൻ. ഒരു ടെൻഷനിലാണ് കുറച്ച് സ്പീഡ് പറയണത്. അപ്പോൾ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കറിയായിരുന്നു. ഞാൻ കഴിച്ചു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പൂരിയൊക്കെ റെഡിയാക്കി, കുറച്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, രാവിലത്തേക്ക് മാത്രം. അങ്ങനെ നല്ല പൂരിയും കറിയും, നമ്മൾ ചൂട് ചായയും ഈ സമയത്താണ് നമ്മൾ ചായ കുടിക്കുന്നത്. എനിക്കിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കുടിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു എരിയൊക്കെ എങ്ങനെയുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ TV ഇട്ടിട്ടുണ്ടായിരുന്നു. മക്കൾ രണ്ടുപേരും, ഇളയാൾ ഇത് പപ്പടമെന്ന് പറഞ്ഞിട്ടാണ് ആൾ കഴിച്ചുകൊണ്ട് പപ്പടമെന്ന് പറഞ്ഞു. മറ്റേ ആളും ഇത് ചുമ്മാ എടുത്ത് കഴിച്ച്. അങ്ങനെ അവരെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇന്ന് ചിക്കൻ കറിയാണ് വെക്കാൻ പോണത്. ഞാനിന്ന് ചിക്കൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ആക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങാൻ പറഞ്ഞത്. പക്ഷേ ആൾ മരിച്ചിനെയും കൂടി വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ അത് വെക്കാൻ പാൻ വെച്ച് നമ്മൾ ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സാധാ വെക്കുന്ന പോലെ തന്നെയാണ് ചെറിയുള്ളി ഇട്ട്, പിന്നെ നമ്മൾ സവോള ഇട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റി, നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. വഴറ്റി കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ചതച്ചിടാണ് ചെയ്യണത്. പിന്നെ നമ്മൾ സവാള ഇങ്ങനെ ക്യൂബ് രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അതാകുമ്പം കുറച്ച് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടണത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചാണ് ഇടുന്നത്. ഞാൻ ഒന്നുകിൽ മിക്സിയിൽ അടിക്കും. ഇത് ഞാൻ മറ്റേ ഇടികല്ലുണ്ടല്ലോ സംഭവം, അതിൽ ചതച്ചിട്ടാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ അതും ഇട്ട് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാ പൊടികളും ആഡ് ചെയ്തു. അപ്പോൾ അടുപ്പിൽ ഞാൻ ചോറിന് വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മരിച്ചിനിക്കും അതും അടുപ്പിൽ തന്നെ വച്ചിട്ടുണ്ടായിരുന്നു. കലത്തിലാണ് വേവിക്കണം കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. ചോറ് നമ്മൾ തിളപ്പിച്ച് മറ്റേ സംഭവത്തിൽ ഇറക്കി വയ്ക്കും. പിന്നെ ഒരു 1 hour കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് നോക്കുകയാണ്, തിളപ്പിച്ചിട്ട് വടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ചില സമയത്ത് രാത്രി തലേദിവസമേ ഞാൻ തിളപ്പിച്ച് വയ്ക്കും. ഇതിപ്പോൾ ഇന്ന് രാവിലെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ നന്നായിട്ട് കാശ്മീരി മുളകും കൂടിയാണ് ഇട്ടത് കേട്ടോ, അതാണ് ഇത്രയും കളറ്. പിന്നെ നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ഒന്ന് അടച്ച് വെക്കുകയാണ്. ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വേകണം, ഇല്ലെങ്കിൽ ഒരു പച്ചച്ചവയായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ആദ്യമേ ഫ്രിഡ്ജിൽ നമ്മളൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നേ. കൂടുതൽ നേരം വെക്കണം കേട്ടോ, ഇനിയിപ്പം സമയമൊന്നുമില്ല. നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ തന്നെ ഇന്ന് 11 മണിയോളായി. കാരണം അല്ലെങ്കിൽ 11 മണി ആവില്ല കേട്ടോ, 10 മണിക്ക് മുന്നേ കഴിയും. ഇന്ന് ഇടയ്ക്കൊരു സംഭവം കൂടി ഉണ്ടായിരുന്നേ. അപ്പം ഹസ്ബൻഡിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയി, അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്ന് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്, അങ്ങനെ ലേറ്റ് ആയതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ പറയണ പോലെ 3 സ്പീഡൊന്നും ചിക്കൻ കറി റെഡി ആയില്ല, കുറേ താമസം എടുക്കും കേട്ടോ. ഞാൻ പിന്നെ സ്പീഡ് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ചിക്കനൊക്കെ റെഡിയായി. ഇതിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നത് 3:30 മണി അടുപ്പിച്ചായി കേട്ടോ. അപ്പം മോന് ഞാൻ ഫുഡ് കൊടുത്തു, കുറച്ച് ചോറുണ്ടു, എന്നിട്ട് അവിടെ വന്നിരിപ്പുണ്ട് അടുത്ത്. അപ്പോൾ ഇടയ്ക്ക് ചോറ് ശകലേ കഴിച്ചോളൂ കേട്ടോ, ഒരല്പമേ കഴിച്ചോളൂ. പച്ച ചോറ് കഴിക്കാനാണ് ഇഷ്ടം, കറിയൊന്നും ഇല്ലാതെ അത് കഴിക്കാൻ ഇഷ്ടമാണ്. കറി വെച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ പിന്നെ അല്പം മരിച്ചിനിയും ശകലം ചാറും കൂടി വെച്ചിട്ടാണ് ആൾക്ക് കൊടുത്തത്. ചിക്കനാണെങ്കിൽ കുറേ നേരം ചവച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് ചിക്കൻ കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടെന്ന്, കുഞ്ഞ് കഴിക്കുമെന്ന്. അടുത്ത പ്രാവശ്യം കഴിക്കില്ല. ഇന്ന് ചിക്കൻ കഴിച്ചതേ ഇല്ല. ഇതിന് മുന്നേ നമ്മൾ ചിക്കൻ വെച്ചപ്പോൾ ആൾ ഭയങ്കര ഇഷ്ടത്തോടെ കഴിച്ചു കേട്ടോ. നമ്മളെ പറ്റിക്കുകയാണെന്നാണ് തോന്നുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് കേട്ടോ.
പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. ബാക്കി എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. ഇനി പാത്രമൊക്കെ കഴുകാനുണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. രാവിലത്തെ കുറച്ച് നമ്മൾ അപ്പം തന്നെ കഴുകി, ഇനിയും ഉണ്ട്. അങ്ങനെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ലേറ്റായി. പിന്നെ മാവയെ കിടത്തി ഉറക്കി. പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു ഷോർട്സിലിടാൻ വേണ്ടിയിട്ട്. ഇയറിങ്സിൻ്റെ ഷോർട്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കമ്മൽ. ഞാനിത് മീഷോന്ന് വാങ്ങിയാണ്. ഞാൻ മീഷോന്ന് സാധനങ്ങൾ വാങ്ങണ പൊതുവേ തീരെ കുറവാണ്. പക്ഷേ ഈ കമ്മൽ വാങ്ങിച്ചു, കൊള്ളാമെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതുപോലെ നമ്മുടെ നമ്മൾ വാങ്ങിച്ച റേറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് എന്നൊരു മെസ്സേജ് എനിക്ക് ഇട്ട് തന്നാലും ഞാൻ ലിങ്ക് ഇട്ട് തരാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ലവ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഇൻസ്റ്റയും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണം. പിന്നെ വേറെ ഒന്നുമില്ല. എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കൂ. പിന്നെ അത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.